ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു മിസ്റ്റേക്സ് ദാറ്റ് യു കമ്മിങ് ഡ്യൂറിങ് UPSC പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞിട്ട്. സോ അതിൻ്റെ പാർട്ട് 2 ആണ് ഈ വീഡിയോ. സോ മുന്നത്തെ ഭാഗം കണ്ടിട്ടില്ലാത്തവർ ഞാൻ താഴെ ലിങ്ക് കൊടുത്തേക്കാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. അത് ഒന്ന് പോയി കണ്ടിട്ട് ഈ വീഡിയോ കാണുക കേട്ടോ. ഫസ്റ്റ് മിസ്റ്റേക്കിലേക്ക് കിടക്കാം. ഫസ്റ്റ് മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഫോളോവിങ് മൾട്ടിപ്പിൾ സ്റ്റാൻഡേർഡ് ബുക്സ് ആണ് ഫോർ വൺ സബ്ജക്റ്റ്. അതായത് ഒരു സബ്ജക്റ്റിന് വേണ്ടി നമ്മൾ ഒന്നിലധികം സ്റ്റാൻഡേർഡ് ബുക്സുകൾ ഫോളോ ചെയ്യുന്നത് ഒരു വലിയൊരു മിസ്റ്റേക്കാണ്. ഈ മിസ്റ്റേക്ക് ഞാനും ചെയ്തായിരുന്നു. സോ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ ഏത് ബുക്ക് വായിച്ചിട്ടും കാര്യമില്ല, അത് റിവൈസ് ചെയ്തില്ലെങ്കിൽ, മര്യാദയ്ക്ക് റിവിഷൻ ചെയ്തില്ലെങ്കിൽ അതിൽ നിന്ന് നമുക്കൊന്നും കിട്ടത്തില്ല. പ്രൊഡക്റ്റീവായിട്ട് നമുക്ക് എക്സാമിന് വേണ്ടി എഴുതാനോ ഒന്നും നമുക്കതിൽ നിന്ന് എടുക്കാൻ പറ്റത്തില്ല. സോ ബുക്ക് ഇപ്പോൾ നമ്മൾ ഒത്തിരി പ്രാവശ്യം വായിച്ചു, ഒരുപാട് ബുക്ക് വായിച്ചു എന്ന് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. അത് പ്രോപ്പറായിട്ട് റിവിഷൻ ചെയ്താൽ മാത്രമേ അതിൽ കാര്യമുള്ളൂ. സോ നമ്മൾ ഒരു സബ്ജക്റ്റിന് തന്നെ മൾട്ടിപ്പിൾ സ്റ്റാൻഡേർഡ് ബുക്സ് വയ്ക്കുമ്പോഴുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നാമത്തെ ബുക്ക് നമുക്കറിയാം ബൾക്കിയാണ്. ഒത്തിരി പേജസിൻ്റെ ബുക്കൊക്കെയാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ബുക്സ് എന്ന് പറയുന്നത്. അതിപ്പോൾ ഇക്കണോമിയുടെ ആയാലും എന്താ പറയുക ഹിസ്റ്ററിയുടെ ആയാലും പൊളിറ്റിയുടെ ആയാലും ഒക്കെ നല്ല ബൾക്കി ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ബുക്സാണ്. സോ ഇത് റിവൈസ് ചെയ്യാൻ തന്നെ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ തന്നെ നമുക്ക് ഒരുപാട് ടൈം എടുക്കും. അതിൻ്റെ പുറകെ ഈ ഒരു സെയിം സബ്ജക്റ്റിന് വേണ്ടി വേറൊരു ബുക്കും കൂടി ഫോളോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും കംപ്ലീറ്റ് ചെയ്യണം. സോ നമ്മുടെ ടൈമാണ് അവിടെ പോയിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് ഇങ്ങനെ കുറേ ബുക്ക് വായിച്ചിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ ഓപ്ഷണൽ വിട്ടേക്ക്. ഞാൻ പറയുന്നത് സ്റ്റാൻഡേർഡ് സബ്ജക്റ്റിനാണ്. ഓപ്ഷണലിൽ നിന്ന് നമുക്ക് കുറച്ച് ബുക്കിൽ നിന്ന് റെഫർ ചെയ്യേണ്ടി വരും ഓപ്ഷണൽ കാര്യങ്ങൾ. സോ ഓപ്ഷണൽ വിട്ടേക്കും. പക്ഷേ നമ്മുടെ സ്റ്റാൻഡേർഡ് സബ്ജക്റ്റായ എക്കണോമി, പൊളിറ്റി, ഹിസ്റ്ററി, ജോഗ്രഫി, ഇതിനൊക്കെ മൾട്ടിപ്പിൾ സ്റ്റാൻഡേർഡ് ബുക്സ് നമുക്ക് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടൈം കിട്ടത്തില്ല. ഒന്നാമത് നമ്മുടെ ആ ഒരു സ്റ്റാൻഡേർഡ് ബുക്സ് തന്നെ പഠിക്കുക, അത് കംപ്ലീറ്റ് ചെയ്യാൻ തന്നെ ടൈം എടുക്കും. അതിന് പുറമെ വേറൊരു ബുക്കും കൂടി കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ചെയ്യണം. ഇതിനെല്ലാം കൂടി നിങ്ങൾക്ക് വൺസ് ഈ പ്രിപ്പറേഷൻ ജേർണി കൂടി കടന്നു പോയവർക്കേ അറിയാൻ പറ്റുള്ളൂ. കാരണം വൺസ് നമ്മൾ കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടൈം പോകുന്നതേ അറിയത്തില്ല. ഡിസംബർ എന്ന് പറയുന്നത് പെട്ടെന്നാകും. ഡിസംബർ ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഒരു വെപ്രാളമാണ് ഡിസംബർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. കാരണം പിന്നെ എന്താ പറയുക, പ്രിലിംസ് വരാൻ ഇനി 5 മാസം കൊണ്ട് ഉണ്ടാവുള്ളൂ. സോ ആ സമയത്ത് CSAT തീർന്നിട്ടില്ല, അത് തീർന്നിട്ടില്ല, പോർഷൻസ് തീർന്നിട്ടില്ല, റിവിഷൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കര വെപ്രാളവും തിരക്ക് പിടിച്ചുള്ള ഇതായിരിക്കും. സോ മെയിൻ പ്രശ്നം ഇതാണ്, നമുക്ക് ടൈം നമ്മുടെ പോകും. ആൻഡ് കുറേ ഇങ്ങനെ വായിച്ചിട്ട് മാത്രം കാര്യമില്ല. ഒരു സ്റ്റാൻഡേർഡ് ബുക്സ് എടുക്കുക. അത് ഒരു വിഷയത്തിന് ഒരു സ്റ്റാൻഡേർഡ് ബുക്സ് മാത്രം മതി. അത് നന്നായിട്ട് റിവൈസ് ചെയ്യുക. പറ്റാവുന്നത്ര അത് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. സോ റിവിഷൻ മാത്രമേ ഉള്ളൂ. റിവിഷനും പിന്നെ പ്രാക്ടീസും ചെയ്തുകൊണ്ടിരിക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുക്കുക, പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. ആൻഡ് ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡെയിലി കറണ്ട് അഫയേഴ്സ് എന്ന് ക്വസ്റ്റ്യൻ ഒക്കെ ഇടും. പിന്നെ അവർ ഇങ്ങനെ മെയിൻസ് ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ് എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ഇടും. സോ അത് വൺസ് റിവിഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് ആ ക്വസ്റ്റ്യൻസ് എല്ലാം പ്രാക്ടീസ് ചെയ്ത് നോക്കുക, എഴുതി നോക്കുക, നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. അത്ര ചെയ്യാനുള്ളൂ. ഇതും ഞാൻ ഫോളോ ചെയ്തൊരു മിസ്റ്റേക്കാണ്, ഫോളോയിങ് മൾട്ടിപ്പിൾ സ്റ്റാൻഡേർഡ് ബുക്സ്. ഇപ്പോൾ എനിക്ക് തന്നെ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഹിസ്റ്ററിക്ക് നോക്കുകയാണെങ്കിൽ സ്പെക്ട്രമുണ്ട്. പണ്ടത്തെ കാര്യം, എൻ്റെ ഹിസ്റ്ററി ഓപ്ഷണൽ അല്ലാത്ത സമയത്തുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ എൻ്റെ കയ്യിൽ ഹിസ്റ്ററിക്ക് സ്പെക്ട്രം ഉണ്ടാവും. പിന്നെ ബിപിൻ ചന്ദ്ര ഉണ്ട്. പിന്നെ ഒരു ഇന്ത്യ സ്ട്രഗിൾ ഫോർ ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട്. ആക്ച്വലി ഈ ബുക്കൊക്കെ ഇത് ഓരോ ടോപ്പേഴ്സ് ജയിക്കുമ്പോഴും ഉണ്ടല്ലോ, അവരൊരു ബുക്ക് പറയും, അവർ ഫോളോ ചെയ്തൊരു ബുക്ക് പറയും. അപ്പോൾ നമ്മളെന്താ വിചാരിക്കുന്നത്, ഒരു ബിഗിനറിൻ്റെ സ്റ്റേജിൽ എന്താ വിചാരിക്കണമെന്ന് വെച്ചാൽ, അവർ ആ ഒരു ബുക്ക് വായിച്ചിട്ടാണ് അവർക്ക് UPSC കിട്ടിയത്, സോ അതുകൊണ്ട് ഞാനും അത് വായിച്ചാലേ എനിക്ക് കിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ നമ്മളത് വാങ്ങിക്കും. അങ്ങനെ ഒരു മണ്ടത്തരം കാണിച്ചത് ഞാൻ. കുറച്ച് പൈസയും പോയി, പിന്നെ അതെൻ്റെ പൈസ ആയതുകൊണ്ട് പിന്നെ കുഴപ്പമൊന്നുമില്ല. കുറച്ച് പൈസയും പോയി, പിന്നെ നമ്മുടെ സമയമാണ് പോകുന്നത്. ആ സമയം പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തിരിച്ച് കിട്ടത്തില്ല. പക്ഷേ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഒരു സ്റ്റാൻഡേർഡ് ബുക്സ് മതി. നമ്മുടെ സിലബസ് കവർ ചെയ്യുന്ന ഒരു സ്റ്റാൻഡേർഡ് ബുക്സ് മതി. അതിപ്പോൾ ഏത് ബുക്കായാലും ശരി, ബുക്ക് ഇപ്പോൾ എടുക്കുമ്പോൾ സൂക്ഷിച്ചെടുക്കുക. അതായത് ഇപ്പോൾ എനിക്കൊരു സ്വഭാവമുണ്ട്, എൻ്റെ പോലത്തെ സ്വഭാവം ഉള്ളവരാണെങ്കിൽ ഇത് സൂക്ഷിച്ചെടുക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ചില ബുക്കുകളൊന്നും പിടിക്കത്തില്ല. നമ്മൾ നോക്കുമ്പോൾ അത് വളരെ നല്ല ബുക്കായിരിക്കും, പക്ഷേ എനിക്ക് പേഴ്സണലി ആ ബുക്ക് വായിക്കാൻ ഫോളോ ചെയ്യാൻ ഒരു ഇഷ്ടം തോന്നത്തില്ല. എനിക്ക് അങ്ങനെ കുറച്ച് ബുക്കുകളുണ്ട്. എക്സാമ്പിൾ ഇന്ത്യൻ എക്കണോമിക്ക് രമേശ് സിംഗ് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. അത് വായിക്കാൻ വേണ്ടി നല്ല ബുക്കാണത്, പക്ഷേ എൻ്റെ ഒരു ചോയ്സാണ്. എനിക്ക് ആ ബുക്ക് വായിക്കാൻ ഇഷ്ടമില്ല. അതുപോലെ തന്നെ ജോഗ്രഫിക്ക് GC ലിയോ എനിക്ക് വായിക്കാൻ ഇഷ്ടമില്ല. സോ ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ ഉള്ളവരാണെങ്കിൽ ആദ്യം നിങ്ങൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന ആ സ്റ്റാൻഡേർഡ് ബുക്സിൻ്റെ PDF നോക്കുക. PDF കിട്ടും അവൈലബിൾ ആയിട്ട്. അത് വായിച്ചിട്ട് അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം നിങ്ങൾ ബുക്ക് ചെയ്ത് വാങ്ങുക. അങ്ങനെ ഞാനിപ്പോൾ വാങ്ങിച്ചൊരു ബുക്കാണ് നിതിൻ സിംഗാനിയുടെ ഇന്ത്യൻ എക്കണോമി. എനിക്ക് ആ ഒരു പ്രസൻറ്റേഷൻ അത് ഇഷ്ടമായി. ഓഥറിൻ്റെ ആ പ്രസൻറ്റേഷൻ, ആ ബുക്ക് എനിക്ക് ഒത്തിരി ഇഷ്ടമായി.
അതുപോലെ തന്നെ ജോഗ്രഫിക്ക് ഞാൻ പ്രിഫർ ചെയ്യുന്ന ഒരു ബുക്കാണ് PMFIASൻ്റെ ഒരു ബുക്ക്. എനിക്ക് GCLEയും അത്രയ്ക്ക് പറ്റത്തില്ല. എനിക്ക് ആ ബുക്ക് കൊള്ളില്ലാഞ്ഞിട്ടല്ല ഞാൻ പറയുന്നത്, എൻ്റെ പേഴ്സണൽ ചോയ്സിൻ്റെ കാര്യം പറയുന്നത്. എനിക്ക് പേഴ്സണലായിട്ട് ആ ബുക്ക് ഫോളോ ചെയ്യാൻ എനിക്ക് ഭയങ്കര ബോറിങ്ങാണ്, മടുപ്പാണ്. എനിക്കൊരു ഇത് തോന്നാറില്ല ആ ബുക്കിനോട്, ഈ 2 ബുക്കിനോട്. ഇങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം അതിൻ്റെ PDF നോക്കിയിട്ട് വേണം ആ ഒരു ബുക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. സോ ഫസ്റ്റ് എൻ്റെ പ്രിപ്പറേഷൻ്റെ സമയത്ത് ഞാൻ ചെയ്തൊരു ഏറ്റവും വലിയൊരു മിസ്റ്റേക്കാണ് ഇതിൻ്റെ PDF ഒന്നും നോക്കാതെ ഞാനിങ്ങനെ ആളുകൾ പറയുന്നത് കേട്ടിട്ട് ആ ബുക്ക് വാങ്ങി. പക്ഷേ ആ ബുക്ക് വാങ്ങിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ആ ഒരു ബുക്ക് വായിക്കാൻ ഒട്ടും പറ്റുന്നില്ല. എനിക്കറിയത്തില്ല, എനിക്കൊരു ഇഷ്ടം ആ ബുക്കിനോട് തോന്നുന്നില്ല. ആ ഒരു പ്രസൻറ്റേഷൻ, ആ ഒരു വേ ഓഫ് പ്രസൻറ്റേഷൻ ഉണ്ടാവുമല്ലോ നമുക്ക്, എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. സോ എനിക്ക് ഭയങ്കര മടുപ്പായിരുന്നു ആ ബുക്ക് വായിക്കാൻ വേണ്ടിയിട്ട്. സോ അങ്ങനെ ഞാൻ ഒരുപാട് ബുക്കിൽ നിന്ന് സ്വിച്ച് ചെയ്തിട്ടുണ്ട്. ഈ GCLEയിൽ നിന്നൊക്കെ ഞാൻ സ്വിച്ച് ചെയ്തതാണ് PMFIASലോട്ട്. അതുപോലെ തന്നെ രമേശ് സിംഗിന് സ്വിച്ച് ചെയ്തതാണ് നിതിൻ സിംഗാണിയിലോട്ട്. സോ ഇങ്ങനത്തുള്ള പ്രശ്നമുള്ളവർ ആദ്യം PDF നോക്കണം, ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും ഗൂഗിളിൽ. എന്നിട്ട് അത് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ആ ബുക്ക് വാങ്ങുക. പിന്നെ എന്തായാലും നമ്മൾ ഈ സബ്ജക്റ്റിന് ഒരു സ്റ്റാൻഡേർഡ് ബുക്സ് ഫോളോ ചെയ്യണം. ഒരു ബുക്ക് മാത്രമാണ് ഫോളോ ചെയ്യാൻ പറ്റും. ഇത് ഭയങ്കര വലിയ മിസ്റ്റേക്കാണ്. ടോപ്പേഴ്സ് ചിലപ്പോൾ പല വർഷം ഇറങ്ങുന്ന ടോപ്പേഴ്സ് പല ബുക്സ് ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഏതിപ്പോൾ ആ ഒരു ബുക്ക് എടുത്താലും, ഇപ്പോൾ ഞാൻ പറയുന്ന ഈ നിതിൻ സിംഗാണി ആയാലും രമേശ് സിംഗ് ആയാലും ഇതിലെല്ലാം എന്താ പറയുന്നത്, UPSCയുടെ സിലബസിനനുസരിച്ചുള്ള മറ്റേ UPSCക്ക് വേണ്ടിയിട്ടുള്ള സിലബസിനനുസരിച്ചുള്ള കാര്യങ്ങളാണ് ആ ബുക്കിൽ കൊടുത്തിരിക്കുന്നത്. ഇതിൽ രണ്ടിൽ ഏത് പഠിച്ചാലും നിങ്ങൾക്ക് എന്താ പറയുക UPSCയുടെ എക്സാമിന് യൂസ്ഫുൾ ആയിരിക്കും. അല്ലാതെ ഇന്ന ബുക്ക് മാത്രം പഠിച്ചുകൊണ്ട് യൂസ്ഫുൾ ആയിരിക്കും അങ്ങനെ ഒന്നുമില്ല. നമ്മുടെ സിലബസ് കവർ ചെയ്യുന്ന ഏത് ബുക്ക് വേണമെങ്കിലും നമുക്ക് ഫോളോ ചെയ്യാം. പക്ഷേ ഒരു സബ്ജക്റ്റിന് ഒന്നിലധികം ബുക്സ് ഫോളോ ചെയ്യാതിരിക്കുക. ഇത് ഏറ്റവും വലിയ മിസ്റ്റേക്കാണ്. എനിക്ക് പറ്റിയതാണ്. അത് കാരണം എൻ്റെ ടൈം പോയതാണ്. വെറുതെ ടൈം കളഞ്ഞു. ടൈം പോകുന്നത് പോലും നമുക്കറിയത്തില്ല. വെറുതെ അനാവശ്യമായിട്ട് ടൈം പോയിക്കൊണ്ടിരിക്കുന്ന. സോ അത് കാരണം സ്റ്റാൻഡേർഡ് ബുക്സ് ചൂസ് ചെയ്യുമ്പോൾ അത്രയും കെയർഫുള്ളായിട്ട് ചൂസ് ചെയ്യുക. ഓപ്ഷണലിൻ്റെ കാര്യം പിന്നെ വിട്ടേക്കുക. ഓപ്ഷണൽ ഇത്തിരി എക്സെപ്ഷൻ ഉണ്ട്. കാരണം ഓപ്ഷണൽ ഒരു PG ലെവൽ നോളേജാണ് നമുക്ക്. PG ലെവലാണ് നമ്മൾ അതിൽ ചെയ്യുന്നത് ഓപ്ഷണൽ ലെവലിൽ. സോ അപ്പോൾ ഓപ്ഷണലിനെ ചിലപ്പോൾ നമുക്ക് ഗൂഗിളിൽ നിന്നൊക്കെ റെഫർ ചെയ്യേണ്ടി വരും. ചിലപ്പോൾ 2-3 ബുക്കിൽ നിന്നൊക്കെ നമുക്ക് ചിലപ്പോൾ റെഫറൻസ് എടുക്കേണ്ടി വരും ചില ടോപ്പിക്കിന്. സോ ഓപ്ഷണലിൻ്റെ കാര്യം മാറ്റി വെച്ചേക്കുക. പക്ഷേ ബാക്കി നമ്മുടെ സ്റ്റാൻഡേർഡ് സബ്ജക്റ്റിലോട്ട് വരാൻ നേരത്ത് മാക്സിമം ഒരു ബുക്ക് മാത്രം ഫോളോ ചെയ്യാൻ നോക്കുക. രണ്ടാമത്തെ മിസ്റ്റേക്കാണിത്, ടേക്കിംഗ് എക്സാം ടു ലീസ്ലി ആൻഡ് കാഷ്വലി. നമുക്കറിയാം UPSC എന്ന് പറയുന്നത് തന്നെ, UPSCയുടെ ഈ സിവിൽ സർവീസ് എക്സാം എന്ന് പറയുന്നത് തന്നെ വേൾഡിൽ തന്നെ ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള എക്സാമാണ്. സോ ഈ ഒരു ടഫസ്റ്റ് എക്സാമിന് തന്നെയാണ് ചിലവർ കാഷ്വലായിട്ട് എടുക്കുന്നത്. അതായത് നമുക്കറിയാം ജനറൽ കാറ്റഗറിയിലുള്ളവർക്ക് 6 അറ്റംപ്റ്റേ ഉള്ളൂ. ചിലരെന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് എക്സാമിൻ്റെ പാറ്റേൺ, എക്സാം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പോയി നമ്മൾ ഒരു അറ്റംപ്റ്റ് കളഞ്ഞിട്ട് അവർ ഒരു അറ്റംപ്റ്റ് അങ്ങനെ തന്നെ കൊടുക്കും. അവരുടെ ഫസ്റ്റ് അറ്റംപ്റ്റ് എക്സാം മനസ്സിലാക്കാൻ വേണ്ടി വെറുതെ അങ്ങ് കൊടുക്കും. ചിലപ്പോൾ അവരുടെ പ്രിപ്പറേഷൻ കംപ്ലീറ്റ് ആയിട്ട് പോലും ഉണ്ടാകത്തില്ല. അത് നോക്കാതെ വെറുതെ എക്സാം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് പോയി അറ്റംപ്റ്റ് കൊടുക്കും. സോ അതൊരു ഭയങ്കര വലിയ മിസ്റ്റേക്കാണ്. ഈ ഒരു മിസ്റ്റേക്ക് ഒരിക്കലും ഒരു ബിഗിനറായിട്ടുള്ള ഒരാൾ ചെയ്യാൻ പാടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ സീരിയസ്നെസ് എപ്പോഴാണ് മനസ്സിലാവണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വൺസ് നമ്മൾ ബോർഡർ ലൈൻ, അതായത് 5th അറ്റംപ്റ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ലാസ്റ്റ് ഒരു അറ്റംപ്റ്റ് മാത്രം, 6ാമത് ഒരു അറ്റംപ്റ്റ് കൂടി ബാക്കി ഉണ്ടാവുള്ളൂ. സോ ആ ഒരു ബോർഡർ ലൈനിൽ നിൽക്കുമ്പോഴായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാവുന്നത്, ഞാൻ വെറുതെ എന്തിനായിരുന്നു ആദ്യത്തെ ഒരു അറ്റംപ്റ്റ് വെറുതെ കളഞ്ഞല്ലോ, എനിക്കിനി ഒരു അറ്റംപ്റ്റും കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്നതും അതിനുവേണ്ടി നമ്മൾ നേരത്തെ കളഞ്ഞൊരു ചാൻസിന് വേണ്ടി പശ്ചാത്തപിക്കാൻ പോകുന്നതും ആ ഒരു ലാസ്റ്റ് ആ ബോർഡർ ലൈനിൻ്റെ അവിടെ നിൽക്കുമ്പോഴായിരിക്കും. സോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇതിൽ 6 അറ്റംപ്റ്റ് ഉണ്ട് ജനറൽ കാറ്റഗറിയിലുള്ളവർക്ക്. സോ ഈ 6 അറ്റംപ്റ്റും നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് മാത്രം എന്താ പറയുക അറ്റംപ്റ്റ് കൊടുക്കുക. തോക്കാതിരിക്കട്ടെ, നിങ്ങൾ കിട്ടാതിരിക്കട്ടെ, അത് ബാക്കി കാര്യം. പക്ഷേ നിങ്ങളുടെ പ്രിപ്പറേഷൻ കംപ്ലീറ്റ് ആക്കിയിട്ട് മാത്രം അറ്റംപ്റ്റ് കൊടുക്കുക. പിന്നെ നിങ്ങൾ കോൺഫിഡൻ്റ് അല്ലെങ്കിൽ അറ്റംപ്റ്റ് കൊടുക്കാതിരിക്കുക. അതായത് നിങ്ങൾക്ക് തന്നെ തോന്നുവാണ് നിങ്ങളുടെ പ്രിപ്പറേഷൻ കംപ്ലീറ്റ് ആയിട്ടില്ല എന്ന് തോന്നുന്നൊരു മൊമെൻറ്റിൽ നിങ്ങൾ എന്ത് ചെയ്യുന്ന ശേഷം മോക്ക് ടെസ്റ്റിൽ എടുത്ത് നോക്കുക. ഇൻ കേസ് ഒരു മോക്ക് ടെസ്റ്റ് എടുത്തിട്ട് നിങ്ങൾക്കൊരു ഇത് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ ഉറപ്പാണ് നിങ്ങളുടെ പ്രിപ്പറേഷൻ ആ ഒരു ലെവലിലേക്ക് വന്നിട്ടില്ല എങ്കിൽ നിങ്ങൾ അറ്റംപ്റ്റ് കൊടുക്കാതിരിക്കുക. ആൻഡ് ഇവരും പറയണ കേട്ടിട്ട് മാത്രം നിങ്ങൾ അറ്റംപ്റ്റ് കൊടുക്കരുത്. ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ
പാരൻസിൻ്റെ ഉണ്ടാവും, ചിലപ്പോൾ കൂട്ടുകാരുണ്ടാവും, പഠിക്കുന്ന കൂട്ടുകാരുണ്ടാവും, ആരും ആയിക്കോട്ടെ. ചിലപ്പോൾ അവർ പറയും ഈ പ്രാവശ്യം അറ്റംപ്റ്റ് കൊടുക്കുക, ഈ പ്രാവശ്യം അറ്റംപ്റ്റ് കൊടുക്കുമെന്ന് പറഞ്ഞ് നിങ്ങൾ മെൻ്റലി ചിലപ്പോൾ പുഷ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ നിങ്ങളൊരു കാര്യം സ്ട്രോങ് ആയിട്ട് എടുക്കണം. നിങ്ങൾ പ്രിപ്പയർ ചെയ്തോ ഇല്ലയെന്ന് ഏറ്റവും കൂടുതൽ അറിയാവുന്നത് നിങ്ങൾക്ക് മാത്രമാണ്, ബാക്കി പാരൻസിനോ ഫ്രണ്ട്സിനോ വേറെ ആർക്കും അല്ല. സോ അവരെന്ത് പറഞ്ഞോട്ടെ, നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷനിൽ എന്താ പറയുക കോൺഫിഡൻ്റ് ആണെങ്കിൽ മാത്രം അറ്റംപ്റ്റ് കൊടുക്കുക. നിങ്ങൾ ഇപ്രാവശ്യം എന്താ പറയുക ഞാൻ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് എന്ന് ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രം അറ്റംപ്റ്റ് കൊടുക്കുക, ഇല്ലെങ്കിൽ കൊടുക്കാതിരിക്കുക അവരിവരും പറയണ കേട്ടിട്ട്. സോ അങ്ങനെ എന്താ പറയുക ഒരു അറ്റംപ്റ്റ് കളഞ്ഞ ആളെ എനിക്കറിയാം, അതുകൊണ്ടാണ് പറയുന്നത്. പിന്നെ എന്താ പറയുക പിന്നെ ഫസ്റ്റത്തെ അറ്റംപ്റ്റ് ഇങ്ങനെ ലേസി ആയിട്ട് എടുക്കാതിരിക്കുക. നിങ്ങൾക്ക് എക്സാം പാറ്റേൺ മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ വേണമെങ്കിൽ വല്ല മോക്ക് ടെസ്റ്റിന് ജോയിൻ ചെയ്തോ. എക്സാം പാറ്റേൺ മനസ്സിലാവണമെങ്കിൽ പിന്നെ UPSC ഏതൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് പോയി UPSCയുടെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ അനലൈസ് ചെയ്താൽ മതിയാകും അത് മനസ്സിലാക്കാൻ വേണ്ടി. അല്ലാതെ നിങ്ങളുടെ പ്രഷ്യസ് ആയിട്ടുള്ള ഒരു അറ്റംപ്റ്റ് വെറുതെ ഇങ്ങനത്തെ കാരണങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾ കളഞ്ഞ് കുളിക്കരുത് കേട്ടോ. പിന്നെ അടുത്ത മിസ്റ്റേക്കാണ് നോട്ട് മേക്കിംഗ് ദെയർ ഓൺ നോട്ട്സ്. അതായത് നമുക്ക് നമ്മുടെ സ്റ്റാൻഡേർഡ് സബ്ജക്ട്സിനെല്ലാം നമ്മുടെ തന്നെ നോട്ട് ഉണ്ടെങ്കിൽ നമുക്ക് റിവിഷൻ ടൈമിൽ ഫൈനൽ ഒരു സ്റ്റേജ് ഉണ്ടല്ലോ, ആ ഒരു സ്റ്റേജിൽ നമ്മുടെ റിവിഷൻ സമയത്ത് നമ്മൾ ഒരുപാട് യൂസ് ചെയ്യും. പ്രിലിംസിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒക്കെ നമുക്ക് എന്താ പറയുക, ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇന്ത്യൻ എക്കണോമിയുടെ നിതിൻ സിംഗാനിയുണ്ട്. ഇതൊരു ബൾക്കി ബുക്കാണ്, ഏകദേശം 100+ പേജസ് ഉറപ്പായിട്ടും ഉണ്ടാവും അതിൽ. സോ എനിക്ക് ഇത്രയും വലിയൊരു ബുക്ക് ഒരു കുറഞ്ഞ സമയത്ത് വായിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. സോ അതിനാണ് എൻ്റെ ഓൺ നോട്ട്സ് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത്. സോ ഇത് ഓൺ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എനിക്കറിയാം ഏതൊക്കെ പോയിൻ്റ് എവിടേക്ക് എഴുതിയിട്ടുണ്ട് എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. സോ ഇത് വീണ്ടും വീണ്ടും റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അപ്പോൾ നമുക്ക് അത്രത്തോളം നോളജ് നമുക്ക് കിട്ടും, പെട്ടെന്ന് തീർക്കാൻ പറ്റും. നമ്മുടെ ഓൺ നോട്ട്സ് പെട്ടെന്ന് നമുക്ക് റിവൈസ് ചെയ്യാൻ നോക്കും. പിന്നെ ഈ ഒരു നോട്ടിന് പുറമെ നിങ്ങൾ ഭയങ്കരമായിട്ടൊരു എന്താ പറയുക ഒരു പോക്കറ്റ് നോട്ട് പോലെ ഉണ്ടാക്കുന്നതും നല്ലതായിരിക്കും കേട്ടോ. അതായത് ഇപ്പോൾ നമ്മൾ ഇങ്ങനൊരു ഇത് ആക്ച്വലി ഒരു ടോപ്പറിൻ്റെ ആയിരുന്നു കണ്ടതാണ്. ഇപ്പോൾ ഇതുപോലെ ഒരു നോട്ട്ബുക്കിൽ നമ്മുടെ ഒരു സ്റ്റാൻഡേർഡ് സബ്ജക്റ്റിൻ്റെ നോട്ട് പ്രിപ്പയർ ചെയ്യും. സോ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഏറ്റവും ലാസ്റ്റ് ഒരു റിവിഷൻ ടൈമിലില്ലേ, പ്രിലിംസിൻ്റെയും മെയിൻസിൻ്റെയൊക്കെ ടൈമിൽ നമുക്ക് ഇങ്ങനെ ജസ്റ്റ് ഇതിനേക്കാളും ചെറുതായിരിക്കും കേട്ടോ, ഒരു പോക്കറ്റ് നോട്ട് പോലെയൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഭയങ്കര എളുപ്പമായിരിക്കും പെട്ടെന്ന് റിവൈസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ എന്തായാലും അത് ട്രൈ ചെയ്യുന്നുണ്ട്. ഞാനിങ്ങനെ ഇതുപോലെ ഒരു ബുക്കിൽ നോട്ട്സ് എഴുതിയിട്ട് ഇതെന്തായാലും റിവൈസ് ചെയ്യും. പക്ഷേ ഇങ്ങനൊരു ഷോർട്ട് ബുക്ക്, അതായത് എന്താ പറയുക വലിയൊരു ടെസ്റ്റ്, നിതിൻ സിംഗാനെ പോലൊരു വലിയൊരു ടെക്സ്റ്റ്, അല്ലെങ്കിൽ ലക്ഷ്മികാന്ത് പോലൊരു വലിയൊരു ടെക്സ്റ്റ്, അത് ഇങ്ങനൊരു കുഞ്ഞൊരു ബുക്കിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മൾട്ടിപ്പിൾ റിവിഷൻ വേണ്ടി വരും. നന്നായിട്ട് അത് റിവിഷൻ ചെയ്താൽ മാത്രമാണ് നമുക്ക് അത് ഭയങ്കരമായിട്ട് അത് ഷോർട്ടാക്കാൻ പറ്റുള്ളൂ. സോ ഇങ്ങനെ ചെയ്യുന്നത് യൂസ്ഫുൾ ആയിരിക്കും നിങ്ങൾക്ക്. ഇങ്ങനെ ഈ കുഞ്ഞു ബുക്കിലൊക്കെ ആക്കുന്നത് ഈ പ്രിലിംസിൻ്റെ സമയത്തൊക്കെ 2-3 ദിവസമൊക്കെ ഉള്ള സമയത്ത് പെട്ടെന്ന് റിവൈസ് ചെയ്യാനും മെയിൻസിൻ്റെ സമയത്തൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ 4ാമത്തെ മിസ്റ്റേക്കാണ് മേക്കിംഗ് നോട്ട്സ് ഓൺ ഫസ്റ്റ് റീഡിങ്. അതായത് നമ്മൾ ആദ്യത്തെ വായനയിൽ തന്നെ നമ്മൾ എന്താ പറയുക നോട്ട് മേക്ക് ചെയ്യും. ആദ്യം വായിച്ചു കഴിഞ്ഞാൽ തന്നെ അപ്പം തന്നെ നോട്ട് മേക്ക് ചെയ്യും. അത് ഭയങ്കര വലിയ മിസ്റ്റേക്കാണ്. കാരണം അങ്ങനെ ചെയ്യരുത്. നമ്മൾ ഫസ്റ്റ് ഒരു കാര്യം വായിക്കാൻ നേരത്ത്, ഇപ്പോൾ ഫസ്റ്റ് ടൈം എനിക്ക് ലക്ഷ്മികാന്ത് വായിക്കാൻ നേരത്ത് തോന്നിയതെന്ന് വെച്ചാൽ അതിൽ എല്ലാ കാര്യങ്ങളും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോ എല്ലാം ആ ഒരു പെറുക്കി ഞാൻ എൻ്റെ നോട്ടിലേക്ക് എഴുതാൻ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലക്ഷ്മികാന്ത് പോലെ ഒരു ബൾക്കി ബുക്കായിട്ട് എൻ്റെ നോട്ട് മാറും. നോട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കുറച്ചും കൂടി ക്രിസ്പി ആക്കുന്നതാണ്. വാലിഡ് ആയിട്ടുള്ള കുറേ ഇൻഫർമേഷൻസ് മാത്രം മതി എൻ്റെ നോട്ടിലോട്ട്. അല്ലാതെ നമ്മൾ എല്ലാം എഴുതാൻ പോയത്, അതായത് സ്റ്റാൻഡേർഡ് ബുക്സിലുള്ള എല്ലാം എഴുതാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റാൻഡേർഡ് ബുക്സ് പോലെ തന്നെ ഒരു ബൾക്കി ആയിട്ടുള്ള ഒരു ബുക്കായിരിക്കും നമ്മുടെ നോട്ട്ബുക്കും. സോ ഇതിങ്ങനെ കുറയ്ക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം വായിക്കാൻ നേരത്ത് നിങ്ങൾക്ക് എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നും. പക്ഷേ രണ്ടാമത് വായിക്കാൻ നേരത്ത് ഒരു 2-3 വായന കഴിയാൻ നേരത്ത് നിങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്തൊക്കെയാണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. സോ ആ കാര്യങ്ങൾ നിങ്ങളുടെ
നോട്ടിലേക്ക് എഴുതുക. ആൻഡ് നോട്ട് മേക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നിങ്ങൾ എപ്പോഴും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുക. അത് നമ്മൾ നോട്ട് മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നമുക്കൊരു ഡയറക്ഷൻ തരും അതിലേക്ക്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ എക്സാമ്പിൾ പറയാം. വേദിക് പീരീഡ്. ഇപ്പോൾ വേദിക് പീരീഡിനെ കുറിച്ചിട്ടൊരു നോട്ട് മേക്ക് ചെയ്യാനാണെങ്കിൽ ഇപ്പോൾ വേദിക് പീരീഡിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പോലെ ഇത് കൊടുത്തിട്ട് അതിൻ്റെ മാപ്പ് എന്തെങ്കിലുമൊക്കെ വരയ്ക്കാനുള്ളതാണെങ്കിൽ അതും കൊടുത്തിട്ട് പിന്നെ എന്നാ ഒരു നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുക്കുക. അപ്പോൾ അതിൽ വേദിക് പീരീഡിലെ പൊളിറ്റിക്കൽ സിസ്റ്റം എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടാവും. സോ വേദിക് പീരീഡിലെ പൊളിറ്റിക്കൽ സിസ്റ്റത്തിനെ കുറിച്ചിട്ട് കുറച്ച് നോട്ട്സ് എഴുതുക. അത് കഴിഞ്ഞിട്ട് പിന്നെ വേദിക് സൊസൈറ്റി എങ്ങനെയുള്ളതാണ് അതിനെക്കുറിച്ചിട്ടുള്ളൊരു നോട്ട്. പിന്നെ ആ സമയത്ത് വുമൻസിൻ്റെ കണ്ടീഷൻ എങ്ങനെയാണെന്നുള്ളത് ചിലപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാം. സോ അതിനെക്കുറിച്ചിട്ടുള്ളൊരു നോട്ട് ഇങ്ങനെ തയ്യാറാക്കുക. അങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മെയിൻസിൻ്റെ ആസ് വെൽ പ്രിലിംസിൻ്റെ നമുക്കൊരു ഡയറക്ഷൻ തരും നോട്ട് മേക്ക് ചെയ്യാനുള്ളത്. സോ നോട്ട് മേക്ക് ചെയ്യുമ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക. ആൻഡ് ഫസ്റ്റ് റീഡിങ്ങിൽ ഒരിക്കലും നോട്ട് മേക്ക് ചെയ്യരുത്. ഫസ്റ്റ് റീഡിങ്ങിൽ നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ആൻഡ് വൺ മോർ തിങ്, ലക്ഷ്മികാന്ത് വായിക്കുമ്പോൾ കറക്റ്റ് ആ സെൻറ്റൻസ് കറക്റ്റ് നോക്കി മനസ്സിലാക്കും. കാരണം ഒരുപാട് പൊളിറ്റി ഈസി ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. പക്ഷേ മര്യാദക്ക് പഠിച്ചിട്ടില്ലെങ്കിൽ നമ്മൾക്ക് ഭയങ്കര ട്രിക്കിയാണ് ആ ക്വസ്റ്റ്യൻ. പൊളിറ്റി എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻസൊക്കെ കുറച്ച് ട്രിക്കിയാണ്. സോ ലൈൻ ടു ലൈൻ നന്നായിട്ട് വായിക്കണം. എന്നിട്ട് വേണം നോട്ട് എഴുതാൻ വേണ്ടിയിട്ട്. അടുത്ത മിസ്റ്റേക്കാണ് നോട്ട് പേയിങ് ഇമ്പോർട്ടൻസ് ടു യുവർ മെൻ്റൽ ആൻഡ് ഫിസിക്കൽ ഹെൽത്ത്. ആക്ച്വലി നമ്മൾ ഈ ഒരു പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞൊരു ലോങ് ജേണിയാണ്. ഈ പ്രിപ്പറേഷൻ്റെ സമയത്ത് നമ്മൾ നമ്മുടെ ഫിസിക്കൽ ഹെൽത്തിനും മെൻ്റൽ ഹെൽത്തിനും നല്ല ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കണം. കാരണം ഇത് രണ്ടും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നന്നായിട്ട് പ്രിപ്പറേഷൻ തുടങ്ങാൻ പറ്റുള്ളൂ. നമ്മൾ ഫിസിക്കൽ ഹെൽത്തിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് എക്സസൈസും കാര്യങ്ങളും പിന്നെ പ്രോട്ടീൻ അതായത് ഫാസ്റ്റ് ഫുഡ് കുറച്ച് കുറയ്ക്കുന്നതായിരിക്കും നല്ലത്. നല്ല ഹെൽത്തി ഡയറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊരു ഓക്കെ ആയിട്ട് പോകും. പിന്നെ മെൻ്റൽ ഹെൽത്തിന് വേണ്ടി ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരാളുടെ ഹെൽപ്പ് വരുന്നത് നല്ലതായിരിക്കും. അതിൽ കുറച്ചിലൊന്നും കാണേണ്ട. ഒരുപാട് പേര് പ്രിപ്പറേഷനിലുള്ള സമയത്ത് അവർ അങ്ങനത്തെ കാര്യങ്ങൾ എടുത്തിട്ടുണ്ട്. അതിൽ മോശം വിചാരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പോഴത്തെ സൊസൈറ്റിയിൽ അത് ആരും മോശം വിചാരിക്കില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് നേരിടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരാളുടെ ഹെൽപ്പ് തേടണം കേട്ടോ. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ മെൻ്റൽ ഫിസിക്കൽ ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. കാരണം ഇതൊരു ലോങ് പ്രിപ്പറേഷൻ ആണ്. സോ ഇത് നിങ്ങൾ മെൻ്റൽ ആൻഡ് ഫിസിക്കൽ ഹെൽത്തിനെ അഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. സോ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതനുസരിച്ച് അതിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് മാത്രം പിന്നെ സ്റ്റഡീസിലോട്ട് കടക്കുക. ഒരിക്കലും നിങ്ങളുടെ സ്റ്റഡീസിന് വേണ്ടിയിട്ട് നിങ്ങളുടെ മെൻ്റൽ ആൻഡ് ഫിസിക്കൽ ഹെൽത്ത് കോംപ്രമൈസ് ചെയ്യരുത്. നിങ്ങളുടെ ഉറക്കം കുറേ കാര്യങ്ങൾ ഇതൊന്നും കോംപ്രമൈസ് ചെയ്യരുത്. കാരണം ഉറക്കം കോംപ്രമൈസ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് അപ്പോൾ ആദ്യം നിങ്ങളുടെ മെൻ്റലി ഡൗൺ ആണ്. മെൻ്റലി ഡൗൺ പഠിക്കാനിരിക്കുമ്പോൾ നമുക്കൊരു ഫുൾ ഇത് കിട്ടത്തില്ല. അതുകൊണ്ട് മെൻ്റൽ ആൻഡ് ഫിസിക്കൽ ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. പിന്നെ അടുത്ത മിസ്റ്റേക്ക് അടക്കം ലാക്ക് ഓഫ് പ്രോപ്പർ റിവിഷൻ ആൻഡ് പ്രാക്ടീസ്. ആക്ച്വലി ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം UPSCയിൽ. നിങ്ങൾ എന്ത് ബുക്ക് വായിച്ചാലും എന്ത് കാര്യം വായിച്ചാലും റിവിഷനും പ്രാക്ടീസും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് കടക്കാൻ പറ്റത്തില്ല. ഈ എക്സാം ജയിക്കാൻ പറ്റില്ല. റിവിഷനും വേണം, പ്രാക്ടീസും വേണം. നിങ്ങൾ എന്ത് നോട്ട് മേക്ക് ചെയ്തോട്ടെ. ഇപ്പോൾ ലക്ഷ്മികാന്ത് എത്ര ഇത് വായിച്ചെന്ന് പറഞ്ഞാലും അതെ നന്നായിട്ട് അത് റിവിഷൻ ചെയ്യണം. ലക്ഷ്മികാന്ത് വായിച്ചു, ഈ ബുക്ക് വായിച്ചു, ആ ബുക്ക് വായിച്ചു, അതിൻ്റെ നോട്ട് മേക്ക് ചെയ്തു എന്ന് പറഞ്ഞിട്ടും ഒരു കാര്യമില്ല. ആ മേക്ക് ചെയ്ത നോട്ട്സ് എന്താണോ നമ്മൾ എഴുതിയത് അത് നന്നായിട്ട് റിവൈസ് ചെയ്യണം. പിന്നെ അതിൻ്റെ പ്രാക്ടീസ് ചെയ്യുക. ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വരിക എന്നുള്ളത് നോക്കി പ്രാക്ടീസ് ചെയ്യുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും UPSCയുടെ. അതെടുത്തിട്ട് ഓരോ സബ്ജക്റ്റ് ഇപ്പോൾ ഫണ്ടമെൻ്റൽ റൈറ്റ് അതിനെക്കുറിച്ച് പഠിച്ചു എന്ന് വിചാരിച്ചു. അത് റിവിഷനൊക്കെ ചെയ്തതിന് ശേഷം പോയി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുക. എന്നിട്ട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ശരിയായിട്ടുള്ളത് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക.
എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് ശരിയായിട്ട് കിട്ടുന്നില്ലെങ്കിൽ തെറ്റിക്കോട്ടെ. ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ തെറ്റിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ തവണ നിങ്ങൾ ഓർത്തിരിക്കുകയുള്ളൂ. എപ്പോഴും അങ്ങനെയാണ്, എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ MCQs ഒക്കെ കറണ്ട് അഫയേഴ്സിൻ്റെ ഇത് ചെയ്യാൻ നേരത്ത് എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ചിലപ്പോൾ അതിൽ ഒരു ക്വസ്റ്റ്യനൊക്കെ എൻ്റെ ശരിയാവുള്ളൂ. പക്ഷേ എങ്കിലും എനിക്കറിയാൻ പാടില്ലാത്തതായിരിക്കും ചിലതൊന്നും. എങ്കിലും ഞാൻ അറ്റംപ്റ്റ് ചെയ്യും. 10 മാർക്കൊക്കെ എനിക്ക് കിട്ടുള്ളൂ. പക്ഷേ ആ ഒരു തെറ്റിക്കുന്നതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ തവണ ഞാൻ ഓർത്തിരിക്കുന്നത്. എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഏറ്റവും കൂടുതൽ തവണ ഓർത്തിരിക്കുന്ന കാര്യങ്ങളാണ് തെറ്റിക്കുന്നതെല്ലാം. സോ തെറ്റ് പറ്റുന്ന ഓർത്തിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാതിരിക്കേണ്ട. നിങ്ങൾ തെറ്റ് പറ്റിയതായിരിക്കും നിങ്ങൾ ഏറ്റവും കൂടുതൽ തവണ ഓർത്തിരിക്കുന്നത്. അതുപോലെ തന്നെ വൺസ് നിങ്ങളിത് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോയി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ക്വസ്റ്റ്യൻ പോയി അറ്റംപ്റ്റ് ചെയ്യുക. ചിലപ്പോൾ അവിടെ തെറ്റും. പക്ഷേ തെറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ചു വന്നിട്ട് വീണ്ടും റിവിഷൻ ചെയ്ത് നോക്കുക. അപ്പം നിങ്ങൾക്ക് ആ ഒരു തെറ്റിയ ഭാഗം നിങ്ങൾ കുറച്ചും കൂടി കെയർഫുള്ളായിട്ട് വായിച്ചു വെക്കും. സോ അപ്പം നിങ്ങൾക്കത് കിട്ടും. പിന്നെ ഇത് നിങ്ങൾ മറക്കത്തില്ല. സോ ഇങ്ങനെയൊക്കെയാണ് എല്ലാവരും ലേണിങ് ചെയ്യുന്നത്. എല്ലാവരും പഠിക്കുന്നത് ഇങ്ങനെയാണ്. ഇപ്പോൾ എല്ലാവരും മറന്നു പോകും. ഈ പഠിച്ച ടോപ്പേഴ്സൊക്കെ അവർ പഠിച്ച കാര്യങ്ങളൊക്കെ മറന്നു പോയിട്ടുണ്ട്. എന്നിട്ടും വീണ്ടും അവർ ഇതുപോലത്തെ റിവിഷനൊക്കെ ചെയ്തിട്ടാണ് അവർ ഓരോ കാര്യങ്ങൾ പഠിച്ചെടുത്തത്, അവരുടെ ഓർമ്മയിൽ നിന്നിട്ടുള്ളത്. പിന്നെ പ്രിലിംസിൻ്റെ മാത്രമല്ല കേട്ടോ, നിങ്ങൾ മെയിൻസിൻ്റെയും ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കണം.